ഇനി നെക്സ്റ്റ് ബ്ലോക്ക് 2 ഫസ്റ്റ് യൂണിറ്റാണ് ടാലി. അതിൽ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മാനുവൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് യൂണിറ്റ് എടുത്തിരുന്നത്. ആ സംഭവം തന്നെ നമ്മൾ അത്രയും കാര്യങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും, അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അതായത് മോഡേൺ വേ ഓഫ് റെക്കോർഡിങ് ആണ്, അല്ലെങ്കിൽ ഓർഗനൈസിങ് ആണ്, അനലൈസിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസിങ് സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ. ഒരു സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മോഡേൺ വേയിൽ നമ്മളുടെ അക്കൗണ്ടിങ് ഡാറ്റാസിനെ റെക്കോർഡ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവില്ലേ. അതിൽ ഏറ്റവും ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അക്യുറസിയാണ്, അതായത് സ്ഥിരത. അതായത് നമ്മൾ ഹ്യൂമൻസ് മാനുവലായിട്ട് അക്കൗണ്ടിങ് തയ്യാറാക്കുമെന്നാണ്, അതിൽ ഒരുപാട് ഹ്യൂമൻ എറേഴ്സ് വരും. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്താണ് ഹ്യൂമൻ എറേഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, മിസ്റ്റേക്കുകൾ കുറക്കാൻ പറ്റും, അങ്ങനെ ഒരു അക്യുറേറ്റ് ആക്കി മാറ്റാൻ പറ്റും. അടുത്തത് ടൈം സേവിങ്. അതായത് മാനുവലി നമ്മളത് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം സേവിങ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് ഒരുപാട് സമയം ആവശ്യമാണ് അക്കൗണ്ടിങ് ചെയ്യാൻ. പക്ഷേ അത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മിനിറ്റുകളോടെ നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റും. അടുത്തത് റിയൽ ടൈം ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റാസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ എന്തായിരിക്കും, ബെറ്റർ ആയിട്ടായിരിക്കും ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുക അല്ലേ. അപ് ടു ഡേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്താണ്, നമ്മൾ ഫിനാൻഷ്യലി അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, കമ്പ്യൂട്ടറിനെ നമുക്ക് അനലൈസ് ചെയ്ത് തരും. അപ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും. അടുത്ത് ബെറ്റർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അതായത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നമ്മൾ ഓരോ സെക്ഷനിലും പോയിട്ട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് എത്ര ഐറ്റം കുറവുണ്ട് അതൊക്കെ നോക്കി എഴുതണം. പക്ഷേ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെ ഡാറ്റാസ്, ഇപ്പോൾ ഒരു നമ്മൾ ബില്ലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ ബില്ലിൽ ഓരോ സാധനങ്ങൾ എത്രത്തോളം കുറഞ്ഞു എന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്താണ്, കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഓരോ സാധനങ്ങളും അവിടെ എത്ര സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ അവിടെ പോയി എണ്ണേണ്ട ആവശ്യമില്ല. അടുത്ത ഈസിയർ ടാക്സ് കംപ്ലൈൻറ്റ്സ്. അതായത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയതുകൊണ്ട് തന്നെ ടാക്സ് റിപ്പോർട്ടൊക്കെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാനും ടാക്സിനെ സിംപ്ലിഫൈ ചെയ്യാനൊക്കെ പറ്റും. അടുത്തത് ഇംപ്രൂവ്ഡ് ഓഡിറ്റ് ട്രയൽസ്. അപ്പോൾ എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ എല്ലാ റെക്കോർഡ്സും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓഡിറ്റ് പർപ്പസൊക്കെ എളുപ്പമാണ്. പെട്ടെന്ന് ഓഡിറ്റ് ചെയ്യാനും അതിൻ്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അതിൽ കമ്പ്യൂട്ടറിൽ തന്നെ ഉള്ളതുകൊണ്ട് എല്ലാം ഈസിയർ ആയിരിക്കും, പെട്ടെന്ന് കഴിയും. അടുത്ത മൾട്ടി യൂസർ ആക്സസ്. അതായത് ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അടുത്ത കോസ്റ്റ് എഫക്റ്റീവ് ഇൻ ദ ലോങ് റൺ. അതായത് കോസ്റ്റ് എഫക്റ്റീവാണ്, ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ഇൻറ്റഗ്രേഷൻ വിത്ത് അതർ സിസ്റ്റം. മറ്റുള്ള സിസ്റ്റങ്ങളുമായിട്ട് പെട്ടെന്ന്, കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് എന്താണ്, സെക്യൂരിറ്റി കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ മാനുവലിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിൻ്റെ ഡാറ്റാസ് കാര്യങ്ങൾ എന്താണ്, ഇപ്പോൾ ഒരു പേപ്പറാണെന്നുണ്ടെങ്കിൽ അതിൽ കീറിപ്പോയി കഴിഞ്ഞാൽ എന്താണ്, അതിന് സെക്യൂരിറ്റി ഇല്ല അല്ലേ. അതുപോലെ തന്നെ എന്താണ്, റിസ്ക് ഓഫ് ഫ്രോഡ് കുറക്കാൻ പറ്റും. സ്കെയിലബിലിറ്റി. അതായത് ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ എന്താണ്, ഈസിലി ആയിട്ട്, അതായത് ബിസിനസ് എത്ര വളർന്നാലും ഈസിലി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് പറയുന്നത്. ഇനി എന്താണ് ടാലി സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വേരിയസ് ആസ്പെക്റ്റിൽ വേരിയസ് ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടാലി സോഫ്റ്റ്വെയർ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കോഫൗണ്ടഡ് ബൈ ശ്യാം സുന്ദർ ഗോയങ്ക ആണ്. അതുപോലെ തന്നെ ഭരത് ഗോയങ്ക 1986 ഇവരിത് ഫൗണ്ട് ചെയ്തത്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ പെട്ടെന്ന് മാനേജ് ചെയ്യാനും അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നത്. ഇന്ന് ആഗോളതലത്തിൽ ഇത് എല്ലാ രാജ്യങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഡിഫറെൻറ്റ് വേർഷൻ ഉണ്ട്. അതായത്
ഓരോ കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ അത് ഓരോ വെർഷനാണ്. ടാലി 3.0 തുടങ്ങിയിട്ട് 1990 മുതൽ ഇന്ന് വരെയും എന്താണ് ടാലി വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ടാലി പ്രൈമാണ്. 2020 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ടാലി പ്രൈമിൽ തന്നെ 1.0, 2.0 അങ്ങനെ പല വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ടാലി പ്രൈം എജു ആൻഡ് ടാലി പ്രൈം ഗോൾഡാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ ഇതും നോക്കി പഠിക്കാം. ഇനി ടാലിയിലും നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ്, ഇൻവെൻറ്ററി, ടാക്സാക്ഷൻ, റിപ്പോർട്ടിങ്, പേറോള് അങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കാണ്ട് ജേണൽ എൻട്രീസ് ഉണ്ട്, ലെഡ്ജർ മാനേജ്മെൻറ്റ് ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്. ഇൻവെൻറ്ററിയിൽ മാനേജ്മെൻറ്റ് ഓഫ് സ്റ്റോക്കും ഇൻവെൻറ്ററി ട്രാക്കിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഉണ്ട്. ടാക്സേഷനിൽ കംപ്ലൈൻസ് വിത്ത് വേരിയസ് ടാക്സ് ലോസ് ഇൻക്ലൂഡിങ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങിൽ ജനറേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് സച്ച് ആസ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുപോലെ തന്നെ പേറോളിൽ മാനേജ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് പേറോൾ ആൻഡ് റിലേറ്റഡ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ്. അങ്ങനെ പല പലതും നമുക്ക് ശരിക്കും ടാലിയിൽ പഠിക്കാനുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ടാലി ലോഞ്ച് ചെയ്യണം നമ്മൾ. ഓപ്പൺ ദ ടാലി സോഫ്റ്റ്വെയർ ഓൺ യുവർ കമ്പ്യൂട്ടർ ബൈ ഡബിൾ ക്ലിക്കിംഗ് ഓൺ ടാലി ഐക്കൺ ആൻഡ് സെർച്ചിങ് ഫോർ ഇറ്റ് യുവർ സ്റ്റാർട്ട് മെനു. അപ്പോൾ ആദ്യം നമ്മളുടെ ടാലി സോഫ്റ്റ്വെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ടാലി ഐക്കൺ എടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ചിങ് മെനുവിൽ സ്റ്റാർട്ടിൽ സെർച്ച് ചെയ്ത് നോക്കാം. അടുത്തത് ക്രിയേറ്റ് എ കമ്പനി. എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. വൺസ് ടാലി ഈസ് ഓപ്പൺ, ക്ലിക്ക് ദ ക്രിയേറ്റ് എ കമ്പനി. ടാലി ഒരു വട്ടം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ക്രിയേറ്റ് എ കമ്പനി ക്ലിക്ക് ചെയ്യുക. ബട്ടൺ ടു സെറ്റ് അപ്പ് യുവർ ബിസിനസ് ഇൻഫർമേഷൻ. എന്നിട്ട് നമ്മളുടെ ബിസിനസ് ഇൻഫർമേഷൻ സെറ്റപ്പ് ചെയ്യുക. ഫിൽ ദ റിക്വയർഡ് ഡീറ്റെയിൽസ് സച്ച് ആസ് കമ്പനി നെയിം, അഡ്രസ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ കമ്പനിയുടെ നെയിമും അഡ്രസ്സ്, ഫിനാൻഷ്യൽ ഇയർ പറഞ്ഞിട്ട് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാം. സെറ്റപ്പ് യുവർ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ സെറ്റ് ചെയ്യാനുണ്ടാവും. അതായത് ഏത് അക്കൗണ്ടിങ് പീരീഡിൻ്റെയാണ് നമുക്ക് ഡാറ്റാസൊക്കെ ചെയ്യാനുള്ളത് വെച്ചാൽ ആ ഫിനാൻഷ്യൽ ഇയർ സെറ്റപ്പ് ചെയ്യാം. ക്രിയേറ്റ് എ ലെഡ്ജർ ടു ക്ലാസിഫൈ ആൻഡ് റെക്കോർഡ് യുവർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് യു ക്യാൻ ക്രിയേറ്റ് ഫോർ അസറ്റ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ലെഡ്ജേഴ്സാണ് നമുക്ക് നമ്മളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടത്. അടുത്ത് സ്റ്റാർട്ട് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. recording your financial transactions such as sales, purchase, receipt and payments. You can use Tally's voucher entry feature to easy record transaction. അപ്പോൾ ടാലി വൗച്ചർ എൻട്രീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അടുത്തത് എക്സ്പ്ലോർ ടാലി ഫീച്ചേഴ്സ്. ടാലി ഫീച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യുക. അതായത് ഫെമിലിയറൈസ് യുവർ സെൽഫ് വിത്ത് ടാലീസ് ഫീച്ചേഴ്സ് സച്ച് ആസ് ഇൻവോയ്സ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി എങ്ങനെയാണ് ലോഞ്ച് ടാലി. അപ്പോൾ ടാലി ഓപ്പൺ ദ ടാലി സോഫ്റ്റ്വെയർ ഓൺ യുവർ കമ്പ്യൂട്ടർ ബൈ ഡബിൾ ക്ലിക്കിംഗ് ടാലി ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതെങ്ങനെ വരും, അതിൽ ക്രിയേറ്റ് കമ്പനി എടുക്കുക. ഓപ്പണാണ് പറഞ്ഞിട്ടുള്ളൂ. അടുത്ത് ക്വിറ്റ് ഇൻ ടാലി. ക്ലോസ് ആൾ ഓപ്പൺ സ്ക്രീൻ. Ctrl+W കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറണ്ട് സ്ക്രീന് ക്ലോസ് ആവും. അങ്ങനെയാണ് ക്ലോസ് ചെയ്യുക. എക്സിറ്റ് ടാലി നമുക്ക് Alt+F4 ഞെക്കിയാലും ടാലിയിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റും. ഓക്കെ, ഇത് കൺഫേം എക്സിറ്റ്. എങ്ങനെയാണ് എക്സിറ്റ് കൺഫേം ചെയ്യുക? അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ചോദിക്കും, കൺഫർമേഷൻ വിൽ അപ്പിയർ ആസ്കിങ് ഫോർ ഇഫ് യു വാണ്ട് ടു ക്വിറ്റ് ടാലി ക്വിറ്റ് ചെയ്യണോ എന്ന് വെച്ചിട്ടൊരു കൺഫർമേഷൻ മെസ്സേജ് വരും. അവിടെ എസ് കൊടുക്കുക, അല്ലെങ്കിൽ Ctrl+Q കൊടുത്താലും ഡയറക്റ്റ് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്രിയേഷൻ ഓഫ് എ കമ്പനി ഇൻ ടാലിയിൽ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ടാലി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ അത്രയും കാര്യങ്ങൾ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ യു മസ്റ്റ് ഓപ്പൺ എ കമ്പനി ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട്സ്. ആദ്യം കമ്പനിയിൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ഈ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്കണോമിക് വാല്യൂ ഉള്ള ഒരു എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ബെനിഫിറ്റ് കിട്ടുന്ന എക്കണോമിക് വാല്യൂ ഉള്ള
ബിസിനസ്സിൻ്റെ റിസോഴ്സസിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് പറയുന്നത് ക്യാഷ്, ഇൻവെൻട്രി, എക്യുപ്മെൻറ്റ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ. അടുത്ത ലയബിലിറ്റി, അതായത് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഓർ ഡെപ്റ്റ് ഓൺഡ് ബൈ എ ബിസിനസ് എക്സ്റ്റേണൽ പാർട്ടീസ്. ബിസിനസ്സിൻ്റെ എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ട് നമുക്ക് ബിസിനസ്സിനുള്ള ഡെപ്റ്റുകളെയാണെങ്കിൽ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസിനെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ലോണ്, അക്കൗണ്ട്സ് പേയബിൾ ആൻഡ് അക്രൂഡ് എക്സ്പെൻസ്. അടുത്ത ക്യാപിറ്റൽ, ആൾസോ നോൺ ആസ് ഓണേഴ്സ് ഇക്വിറ്റി. ക്യാപിറ്റലിനെ നമ്മൾ ഓണേഴ്സിൻ്റെ ഇക്വിറ്റി എന്ന് പറയാറുണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ് ദ ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ബിസിനസ് പ്ലസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അതായത് ഓണേഴ്സ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, അതിൻ്റെ കൂടെ കൂടിയിട്ട് നമ്മളൊരു അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഡെബിറ്റ് പറഞ്ഞാൽ ഡെബിറ്റ് അക്കൗണ്ടിങ് എൻട്രി ദാറ്റ് ഇൻക്രീസ് അസറ്റ് എക്സ്പെൻസ് അക്കൗണ്ട് ആൻഡ് ഡിക്രീസ് ലയബിലിറ്റി റവന്യൂ ഓർ ഇക്വിറ്റി അക്കൗണ്ട്സ് ഇറ്റ് റെക്കോർഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ടി അക്കൗണ്ട്. ടി അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അതിൽ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, അതുപോലെ തന്നെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താലൊക്കെ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലയബിലിറ്റി, റവന്യൂ, ഇക്വിറ്റി അക്കൗണ്ട്സും ഡിക്രീസ് ചെയ്താലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അടുത്ത ക്രെഡിറ്റ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ലയബിലിറ്റി, റവന്യൂ, ഇക്വിറ്റി അക്കൗണ്ട്സ് ഇതൊക്കെ എന്താണ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ എക്സ്പെൻസും അസറ്റും ഡിക്രീസ് ചെയ്താൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റിയും റവന്യൂവും ഇക്വിറ്റി അക്കൗണ്ടും ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡിലാണ് ടി അക്കൗണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ. അടുത്ത് ഡബിൾ എൻട്രി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്രിയേഷൻ ഓഫ് കമ്പനി ഇൻ ടാലി പ്രൈമാണ് പറയുന്നത്. ഡബിൾ ക്ലിക്ക് ഓൺ ദ ടാലി ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് കമ്പനി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഗേറ്റ് ഓഫ് ടാലിയിൽ Alt+F3 ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് കമ്പനി എടുത്താലും മതി. ക്ലിക്ക് ഓൺ ക്രിയേറ്റ് കമ്പനി ആൻഡ് ഫിൽ ഇൻ ഡീറ്റെയിൽസ്. Use enter key to downward navigate between fields. Use enter key, save and move to the next field. Accept yes. അടുത്തത് സെറ്റപ്പ് ഫിനാൻഷ്യൽ ഇയർ സെറ്റ് ചെയ്യാനുള്ളതാണ്. അതിന് Alt+F2 എടുക്കുക. ഫിനാൻഷ്യൽ ഇയർ സ്ക്രീന് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ നമ്മൾ ഏത് ഇയറിലെ ഫിനാൻഷ്യൽ ഡാറ്റസാണോ, അപ്പോൾ 2023-24 ആണെങ്കിൽ അതങ്ങനെ കൊടുക്കുക. എന്നിട്ട് F2 പ്രസ് ചെയ്യുക. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വേണമെങ്കിൽ F2 പ്രസ് ചെയ്തിട്ട് Ctrl+S അടിച്ചിട്ട് സേവ് ചെയ്യാം. അടുത്തത് സെറ്റപ്പ് കറൻസി. നമ്മൾ കമ്പനി നടത്തുന്നതിന് കറൻസി സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് F3 കൊടുത്തിട്ട് കറൻസി സ്ക്രീൻ ഓപ്പൺ ആക്കിയിട്ട് കറൻസി എന്ന സിമ്പിൾ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+S അടിക്കുക. അടുത്തത് സെറ്റപ്പ് യൂണിറ്റ്സ്. ഏത് യൂണിറ്റിലാണ് നമ്മൾ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് സേവ് ചെയ്യുക. അതായത് F4 പ്രസ് ചെയ്തിട്ട് യൂണിറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+S അടിക്കുക. അടുത്ത് കമ്പനി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+S അടിച്ചിട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരും. ഇതുപോലെ നമ്മളെ കമ്പനി കിട്ടും. കമ്പനിയുടെ ഡീറ്റെയിൽസും കമ്പനിയുടെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റും ഇയറും ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി പറഞ്ഞിട്ട്. അത്രയാണ് അതിൽ വരുന്നത്. അടുത്ത ആൾട്രേഷൻ, ഡിലീഷൻ ആൻഡ് ഷട്ടിങ് എ കമ്പനി. എങ്ങനെയാണ് ഒരു കമ്പനി ആൾട്ടർ ചെയ്യുക, ചേഞ്ച് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ, അതായത് ഡീറ്റെയിൽസിൽ കമ്പനി നെയിം, അഡ്രസ്സ്, ഫിനാൻഷ്യൽ ഇയർ, കറൻസി, ടാക്സ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, കമ്പനി ലോഗോ, അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്, കമ്പനി വെബ്സൈറ്റ്, കമ്പനി ഇമെയിൽ, അതർ കമ്പനി റിലേറ്റഡ് ഇൻഫർമേഷൻ എന്തുവാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടർ ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആൾട്ടർ ചെയ്യാനുള്ള സ്റ്റെപ്പാണ് അപ്ഡേറ്റ് കമ്പനി ഇൻഫർമേഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ബിസിനസ് ഓപ്പറേഷൻ ഓർ സ്ട്രക്ചർ, കറക്റ്റ് എറേഴ്സ് ഇൻ ഓർ ഇൻഅക്യുറസീസ് ഇൻ ദ കമ്പനി ഡീറ്റെയിൽസ്. ഈ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൾട്ടർ ചെയ്യാം. അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചേഞ്ചസ് ഇൻ കമ്പനി നെയിം. കമ്പനി നെയിമിൽ എന്തെങ്കിലും നമ്മൾ അടിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി. അതുപോലെ തന്നെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഡ്യൂ ടു റീബ്രാൻഡിങ് ഓർ റീസ്ട്രക്ചറിങ്.
ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി ആൾട്ടർ ചെയ്യാം. മോഡിഫൈ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഓർ സെറ്റിംഗ് ടു സ്യൂട്ട് ചേഞ്ചസ് ബിസിനസ് നീഡ്സ്. അക്കൗണ്ടിങ് ഫീച്ചർ മോഡിഫൈ ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ആൾട്ടർ ചെയ്യാം. അപ്പോൾ ആൾട്ടർ ചെയ്യാനുള്ള സ്റ്റെപ്പാണ് പറയുന്നത്. ആൾട്ടർ വിൻഡോ, ന്യൂലി ഓപ്പൺഡ് ആൾട്ടർ വിൻഡോ എടുത്തിട്ട് ലിസ്റ്റ് ഓഫ് കമ്പനി ഡീറ്റെയിൽസ് ആൻഡ് സെലക്റ്റഡ് ദ ഡിസൈഡ് കമ്പനി സെലക്ട് ചെയ്യാം. എന്നിട്ട് കൺഫർമേഷൻ മെസ്സേജ് വരുമ്പോൾ യെസ് കൊടുക്കുക. അടുത്ത ഡിലീറ്റ് ഓർ ഷട്ട് എ കമ്പനി. ഒരു കമ്പനി എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക, ഷട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഇൻഫർമേഷൻസും അവിടെ ഡിലീറ്റ് ആകും. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അക്കൗണ്ട്സ്, ലെഡ്ജേഴ്സ്, ഇൻവെൻട്രി, പേറോള്, ഡാറ്റ, അതൊക്കെ എന്ത് ചെയ്യും, ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇത് ഒരു കമ്പനി ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ ഉള്ള സ്റ്റെപ്പുകളാണ് പറയുന്നത്. സെലക്ട് F3 പ്രസ് ചെയ്യുക. അപ്പോൾ CMP info Alt plus F3 from the gateway of Tally to proceed to the company's information menu. അതിൽ നിന്ന് ഷട്ട് കമ്പനി എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ ദ സെലക്റ്റഡ് കമ്പനി ടു ബി ഡിലീറ്റഡ് ഓർ ഷട്ട്. ദ കമ്പനി അൾട്രേഷൻ സ്ക്രീൻ ഈസ് ഡിസ്പ്ലേഡ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത കമ്പനി ഡിലീറ്റ് ആകും അല്ലെങ്കിൽ ഷട്ട് ആകും. അപ്പോൾ കമ്പനി അൾട്രേഷൻ സ്ക്രീന് ഡിസ്പ്ലേ ആകും. അപ്പോൾ Alt plus D കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ടാലി പ്രൈം വിൽ പ്രോംപ്റ്റ് ഫോർ എ കൺഫർമേഷൻ മെസ്സേജ് ഓൺ ഡിലീറ്റിംഗ് കമ്പനി. അപ്പോൾ കമ്പനി ഡിലീറ്റ് ചെയ്യല്ലേ ചോദിച്ചിട്ടൊരു മെസ്സേജ് വരും. അവിടെ എൻ്റർ കൊടുത്തിട്ട് കമ്പനി ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ കൺഫർമേഷൻ മെസ്സേജ് വരും, അവിടെ എസ് കൊടുക്കുക. അത്രയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക.